സെയ്ദ് ഡൈനാസ്റ്റി, നാലാമത്തെ ഡൈനാസ്റ്റിയാണ് സെയ്ദ് ഡൈനാസ്റ്റി. നമുക്ക് ആദ്യത്തെ 3 ഡൈനാസ്റ്റി മാത്രമേ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, അത്രയും ഉണ്ടായിരുന്നത് ആദ്യത്തെ 3 ഡൈനാസ്റ്റിയിലായിരുന്നു. നാലാമത്തെ ഡൈനാസ്റ്റിയാണ് സെയ്ദ് ഡൈനാസ്റ്റി. സെയ്ദ് ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 1414 മുതൽ 1450 വരെ. ഓക്കെ, സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ഖിസിർ ഖാൻ. ആരാണ്? ഖിസിർ ഖാൻ. സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആര്? ഖിസിർ ഖാൻ. ഓക്കെ, നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡൽഹി അറ്റാക്ക് ചെയ്ത റൂളറാണ് തിമൂർ. ഓക്കെ, ഈ തിമൂർ ഡൽഹി അറ്റാക്ക് ചെയ്ത് കീഴടക്കിയതിനു ശേഷം അയാളാണ്, ഡൽഹി ഫുള്ളായിട്ട് കീഴടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ ഫുള്ളായിട്ട് കീഴടക്കാൻ പറ്റത്തില്ല. ആ ഒരു അറ്റാക്കാണ് ആ തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ ഡിക്ലൈനിന് കാരണമായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, പിന്നീട് റൂളേഴ്സ് ക്വാളിറ്റി ഇല്ലാത്തതായിട്ടൊക്കെ വരുന്നത്. ഈ തിമൂർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ തിമൂർ അറ്റാക്ക് ചെയ്തിട്ട് ഈ തിമൂറാണ് സെയ്ദ് ഡൈനാസ്റ്റിക്ക് ഈ ഏരിയ കൊടുക്കുന്നത്, ഈ ഒരു ഇവിടെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ഈ ഖിസിർ ഖാൻ സെയ്ദ് ഡൈനാസ്റ്റി, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഖിസിർ ഖാൻ സെയ്ദ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാല് മുൾട്ടാനിലെ ഗവർണർ ആയിരുന്നു. ആര്? മുൾട്ടാനിലെ ഗവർണർ ആയിരുന്നു. ഗവർണർ അറ്റ് മുൾട്ടാൻ. ഓക്കെ, അതിനുശേഷമാണ് ഖിസിർ ഖാൻ സെയ്ദ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ഇത്രയും കാര്യം ഇതിൽ അറിഞ്ഞിരുന്നാൽ മതി. ഖിസിർ ഖാൻ സെയ്ദ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ഈ സെയ്ദ് ഡൈനാസ്റ്റിയിലെ റൂളറാണ് മുബാറക് ഷാ, മുഹമ്മദ് ഷാ, ആലം ഷാ. മുബാറക് ഷാ, മുഹമ്മദ് ഷാ, ആലം ഷാ. ഒരു സെക്കൻഡ്. മുഹമ്മദ് ഷാ, ആലം ഷാ. നോക്കിക്കൊള്ളേ, ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഈ ഡൽഹി സുൽത്താനേറ്റില് 5 ഡൈനാസ്റ്റിയാണ് വരുന്നത് നിങ്ങൾക്കറിയാം. ഇതില് സുൽത്താൻ എന്ന ടൈറ്റിൽ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ടൈറ്റിൽ എടുക്കാത്ത ഒരേ ഒരു ഡൈനാസ്റ്റിയാണ് ഇത്, സെയ്ദ് ഡൈനാസ്റ്റി. ഇവര് ആ സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ജനറലി പറയുന്നതാണേ. ദ ടൈറ്റിൽ സുൽത്താൻ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റികളില് സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യാത്ത ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെയ്ദ് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവര് കോയിൻസിൽ ഇവരുടെ പേര്, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. കോയിൻസിൽ ഇവരുടെ പേര് വയ്ക്കാത്ത കോയിൻസ് ഇറക്കിയിട്ടുള്ളത് ഇവരാണ്. ഓക്കെ, അതായത് അവരുടെ പേരിൽ കോയിൻസ് ഇറക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യം ഇത് സെയ്ദ് ഡൈനാസ്റ്റിയിൽ പറയാനുള്ളൂ. ഓക്കെ, അതിനുശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. ഇതാണ് അവസാനത്തെ ഡൈനാസ്റ്റി. ഇതും പെട്ടെന്ന് തീരും. ലോധി ഡൈനാസ്റ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവര് അഫ്ഗാൻ റൂളേഴ്സ് ആണ്. അഫ്ഗാൻസ് ആണ്. ഇവര് അഫ്ഗാൻ ഒറിജിൻസ് ആണ്. ഓക്കെ, ഇവര് ഈ 5 ഡൈനാസ്റ്റിയില് അഫ്ഗാൻ രാജാക്കന്മാരായിട്ടുള്ള ലോധി ഡൈനാസ്റ്റിയിലുള്ളവരാണ്. ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്. ആ ടൈം പീരീഡ് ഒന്ന് എഴുതിക്കോ, ഓൾറെഡി എഴുതിയതാണ്. 1451 അല്ലെങ്കിൽ 14502,
1526. ആ 26 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1526. ആ 1526 വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. അഫ്ഗാൻസ്. അപ്പോൾ ഈ ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ബഹ്ലോൽ ലോധി. ബഹ്ലോൽ ലോധി. ലോധി ഇദ്ദേഹമാണ് ഫൗണ്ടറും ഫസ്റ്റ് കിങ്ങും. ഇവിടെ പ്രത്യേകത എന്താണ്? ലാസ്റ്റ് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി ആണല്ലേ, ലാസ്റ്റ് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി. ലാസ്റ്റ് സുൽത്താനേറ്റ് ഡൈനാസ്റ്റി ആണ്. നോക്കിക്കൊള്ളേ, ഞാൻ പറഞ്ഞ ഇവര് അഫ്ഗാൻസ് ആണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവർ എവിടെ നിന്നാണെന്ന് ചോദിക്കില്ല. ബാക്കി എല്ലാവരും തുർക്കിഷാണ്, തുർക്കികളാണ്. മുഹമ്മദ് ഗോറി നമ്മൾ പഠിച്ചില്ലേ, അവിടെ മുതലേ തുർക്കികളാണ്, തുർക്കിഷാണ്. ഓക്കെ, ടർക്കിഷ് ആണ് അവിടുത്തെ ഒറിജിൻ ആണ്, ആ ഒറിജിനിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഈ ലോധി ഡൈനാസ്റ്റിയാണ് ഒരേ ഒരു അഫ്ഗാൻ ഡൈനാസ്റ്റി, അഫ്ഗാൻ ബേസ്ഡ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അഫ്ഗാൻ വംശജർ നമുക്ക് വേണമെങ്കിൽ പറയാം. അഫ്ഗാൻ ഒറിജിൻ ആയിട്ടുള്ള ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ, ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ലോധി ഡൈനാസ്റ്റിയാണ്. അവസാനത്തെ ഡൈനാസ്റ്റി ലോധി ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഈ സുൽത്താനേറ്റ് ഡൈനാസ്റ്റികൾ ഞാൻ പറഞ്ഞല്ലോ 5 ഡൈനാസ്റ്റി ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്ക് ഡൈനാസ്റ്റി ആണെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. തുഗ്ലക്ക് മോസ്റ്റ് പീരീഡ് റൂൾ ചെയ്ത ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ തുഗ്ലക്ക് ഡൈനാസ്റ്റിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നത്, കിങ് ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, റൂളർ ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹ്ലോൽ ലോധിയാണ്. വാസ് ദ കിങ് ടെന്യൂറോ ടൈം പീരീഡോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ടൈം പീരീഡ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിലെ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഡൽഹി സുൽത്താനേറ്റില് ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ച ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഡൈനാസ്റ്റിയാണ്? തുഗ്ലക്ക് ഡൈനാസ്റ്റിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം റൂൾ ചെയ്ത രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹ്ലോൽ ലോധിയാണ്. ബഹ്ലോൽ ലോധിയാണ് ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ബഹ്ലോൽ ലോധിക്ക് ശേഷം വരുന്ന രാജാവാണ് ഇബ്രാഹിം ലോധി. ബഹ്ലോൽ ലോധിക്ക് ശേഷം വരുന്ന രാജാവാണ്, കിങ് ആണ്, സിക്കന്ദർ ലോധി. ഇബ്രാഹിം ലോധി ലാസ്റ്റത്തത്, സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി. ഓക്കെ, സിക്കന്ദർ ലോധി. നോക്കിക്കൊള്ളേ, ഈ സിക്കന്ദർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിക്കന്ദർ ലോധി ഡൽഹിയിൽ നിന്നും ക്യാപിറ്റല് ആഗ്രയിലോട്ട് മാറ്റി. ഹി ചേഞ്ച് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ആഗ്ര. നോക്കിക്കൊള്ളേ, സിക്കന്ദർ ലോധി ക്യാപിറ്റൽ എവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി? ഡൽഹിയിൽ നിന്നും ആഗ്രയിലോട്ട് മാറ്റി. നോക്കണം, അപ്പൊ ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ സിക്കന്ദർ ലോധിയാണ്. ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതെ, ഫൗണ്ട് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാല്, ഫൗണ്ടഡ് ബൈ എന്ന് ചോദിച്ചാല് ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ഈ സിക്കന്ദർ ലോധിയുടെ യഥാർത്ഥ പേരാണ് നിസാം ഷാ. സിക്കന്ദർ ലോധിയുടെ യഥാർത്ഥ പേരാണ് നിസാം ഷാ. അപ്പോ ഞാൻ പറഞ്ഞു ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിനൊക്കെ വർഷമുണ്ട്, വർഷമൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും ചോദിക്കത്തില്ല. ആഗ്രയിലോട്ട് ക്യാപിറ്റല് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിക്കന്ദർ ലോധിയുടെ കണ്ടംപററി ആയിട്ടുള്ള പോയറ്റ് ആണ് കബീർ ദാസ്. ആ കാലഘട്ടത്തില് ഇദ്ദേഹത്തിന്റെ പാരലലായിട്ട് ജീവിച്ചിരുന്ന പോയറ്റാണ്
ഫേമസ് പോയറ്റ് ആണ് ആര്? കബീർ ദാസ്. കബീർ ദാസ്. കബീർ ദാസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് സിക്കന്ദർ ലോധിയെ കുറിച്ച് പറയാനുള്ളത്. സിക്കന്ദർ ലോധിയെ കുറിച്ച് പറയാനുള്ള ഒന്നുകൂടെ പറയാം. ഡൽഹി പട്ടണം, ഡൽഹി സിറ്റി പണി കഴിപ്പിച്ചു. എന്നിട്ട് ആഗ്ര സിറ്റി പണി കഴിപ്പിച്ചു. എന്നിട്ട് ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ ആഗ്രയിലോട്ട് മാറ്റി. യഥാർത്ഥ പേര് നിസാം ഷാ. ഇദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള ഫേമസ് പോയറ്റ് ആണ് ആര്? കബീർ ദാസ്. കബീർ ദാസ്. കബീർ ദാസ്. ഓക്കെ. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ആളാണ് ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയാണ് ലാസ്റ്റ് റൂളറെ. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി എന്ന് മാത്രമല്ല, ലാസ്റ്റ് റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. ലാസ്റ്റ് റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയും ആരുമായിട്ടാണ് യുദ്ധം വരുന്നത്? വാർ വരുന്നത് ആരുമായിട്ട്? ബാബറുമായിട്ടാണ് വാർ വരുന്നത്. ഇബ്രാഹിം ലോധി വേഴ്സസ് ബാബർ. എന്നിട്ട് ബാബറിന്റെ മുകളിൽ ടിക്ക് ഇടണം. ബാബർ ജയിക്കും. ആ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഏത് വർഷം? 1526. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് 1526. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആരൊക്കെ തമ്മില്? ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി. ബാബർ ജയിക്കും. അങ്ങനെ ഇവിടെ മുഗൾ ഭരണം വരും. മുഗൾ ഡൈനാസ്റ്റിയുടെ റൂള് വരും. ഏത് ഡൈനാസ്റ്റിയുടെ റൂളർ നിൽക്കും? ഡൽഹി സുൽത്താനേറ്റിന്റെ റൂള് നിന്നുപോകും. ഓക്കെ. അപ്പോ ഇബ്രാഹിം ലോധിയാണ് അവസാനത്തെ റൂളർ. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമാണ്, വാറാണ് ഏത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. നമുക്ക് 3 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വർഷം 1526 AD. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1526 ബാബർ ജയിക്കും. ഓക്കെ. ഇത്രയുമാണ് ഏതില് ഡൽഹി സുൽത്താനേറ്റില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതിന് ശേഷമല്ല, ഇതില് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുക്കുകൾ കൂടി വായിക്കണം. ഓക്കെ. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് നിന്നതിന് ശേഷം അപ്പോ ഡൽഹി സുൽത്താനേറ്റ് നശിച്ചു. ഏത് സ്റ്റാർട്ടായി? മുഗൾ എംപയർ സ്റ്റാർട്ടായി അല്ലെ? മുഗൾ എംപയർ. ഇനി 1526 മുതൽ ഡൽഹിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1526 മുതൽ 1857 വരെ, അത്രയും കാലം ആക്ച്വലി വരത്തില്ല, ബട്ട് എന്നാലും രാജാവായിട്ട് ആളുണ്ടായിരിക്കും. 1557 വരെയാണ് മുഗളിന്റെ പീരീഡ് വരുന്നത്. 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് മുതൽ 1557 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെ മുഗളുണ്ട്. ഡൽഹിയിൽ മുഗൾ രാജാവുണ്ടാവും. ഓക്കെ. ഇതാണ് അവരുടെ ടൈം പീരീഡ് വരുന്നത്. 1526 മുതൽ 1557 വരെ മുഗൾ എംപയർ. മുഗൾ എംപയർ. ഓക്കെ. മുഗൾ എംപയറിൽ വരുന്ന ഇമ്പോർട്ടന്റ് കിങ്സ് ആണ്, രാജാക്കന്മാരാണ്. നമുക്ക് 2 കാറ്റഗറിയിൽ പറയാം. ആദ്യത്തെ ഒരു 6 രാജാക്കന്മാര്, പിന്നെ ബാക്കിയുള്ളവരെല്ലാം. ഈ ആദ്യത്തെ 6 പേരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. 1 ബാബർ, ബാബറിന് ശേഷം വരുന്നത് ഹുമയൂൺ. ആ ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അക്ബർ. 4 ജഹാംഗീർ. 5 ഷാജഹാൻ.
6 ഔറംഗസീബ്. ഔറംഗസീബ്. ഓക്കെ, ഔറംഗസേബാണ് ലാസ്റ്റ് മുഗൾ എംപറർ. ലാസ്റ്റ് മുഗൾ കിങ് അല്ല, ലാസ്റ്റ് മുഗൾ എംപറർ. ബാബറാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് അല്ലെ, ബാബറാണ് ഫൗണ്ട് ചെയ്യുന്നത്. നോക്കിക്കൊള്ളേ. അപ്പോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇതിന് ശേഷമുള്ള ഔറംഗസീബിന് ശേഷം രാജാക്കന്മാര് വീക്കാണ്. അവര് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഔറംഗസീബ് വരെ പഠിക്കാനുണ്ട്, പേര് വെച്ച് പഠിക്കാനുണ്ട്. നോക്കിക്കൊള്ളേ. അപ്പോ 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നിങ്ങൾ എഴുതണം കേട്ടോ. 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് മുതൽ 1857 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ്. ഈ 2 വർഷവും 2 ചോദ്യമാണ്. ഓക്കെ, ഇതാണ് ഇവരുടെ കാലഘട്ടം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയാണ്. ബാബറും ഇബ്രാഹിം ലോധി. ആര് ജയിക്കും? ബാബർ ജയിക്കും. അങ്ങനെ 1526 ബാബർ മുഗൾ എംപയർ ഇവിടെ സ്ഥാപിക്കും. ബാബർ മുഗൾ എംപയർ ഇവിടെ സ്ഥാപിക്കും. ആദ്യത്തെ റൂളർ ബാബർ. ഫൗണ്ടറാണ്. ബാബറിന്റെ യഥാർത്ഥ പേരാണ്, റിയൽ നെയിമാണ് സഹിറുദ്ദീൻ. ചോദിച്ചു കണ്ടിട്ടില്ല? നോക്കണേ. അപ്പൊ ഇദ്ദേഹമാണ് ഫൗണ്ടർ. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഫസ്റ്റ് രാജാവ് ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇദ്ദേഹം ജയിച്ചു, ബാബർ ജയിച്ചു എന്ന് ചോദിച്ചാല് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. അപ്പൊ ഞാനത് പറയുവാണേ. എന്തുകൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാല്, ജയിച്ചു എന്ന് പറഞ്ഞാല് 2 കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് ഗൺ പൗഡർ, 2 ആർട്ടിലറീസ്. ഇന്ത്യയില് ഗൺ പൗഡറും ആർട്ടിലറീസും യൂസ് ചെയ്ത ഫസ്റ്റ് കിങ് ആണ് ബാബർ. ഫസ്റ്റ് കിങ് ടു യൂസ് ഗൺ പൗഡർ ആൻഡ് ആർട്ടിലറീസ്. powder and artilleries. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗൺ പൗഡർ ആർട്ടിലറീസ് യൂസ് ചെയ്ത രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ, കിങ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബാബറാണ്. ബാബറാണ്. ഈ ബാബർ ഇവര് തിമൂർ ഒറിജിനിൽ വരുന്നതാണ്. അതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾ ടെസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാബറിന്റെ ഒറിജിൻ പറയാൻ നേരത്ത് തിമൂർ ഒറിജിനും അതുപോലെ ചെങ്കിസ് ഖാൻ ഒറിജിനും, ഈ 2 പേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഫാദർ പേട്രിയാർക്ക് നോക്കാൻ നേരത്ത്, അച്ഛന്റെ ഭാഗം നോക്കാൻ നേരത്ത് തിമൂർ ഒറിജിനും അമ്മയുടെ ഭാഗം നോക്കാൻ നേരത്ത് ചെങ്കിസ് ഖാൻ ഒറിജിനുമാണ്. അതൊന്നും ആവശ്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പോയിക്കൊള്ളേ. അപ്പോ യഥാർത്ഥ പേരെന്താണ് അത് അറിയണം, സഹിറുദ്ദീൻ. അതുപോലെ തന്നെ ചോദ്യമാണ് ഗൺ പൗഡർ ആർട്ടിലറീസും വാറിന് യൂസ് ചെയ്ത ആദ്യത്തെ കിങ് ആണ് ആര്? ബാബർ. ആദ്യത്തെ ഇന്ത്യൻ കിങ് ആണ് ആര്? ബാബർ. ഇദ്ദേഹമാണ് ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് കിങ് ഓഫ് മുഗൾ എംപയർ. ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് കിങ് ഓഫ് മുഗൾ എംപയർ. ഓക്കെ, 1-2 വാറുകളും 1-2 വാൾസ് ഉണ്ട്. ആ, അത് വേറെ പേരാണോ? റിയൽ നെയിം. ഓക്കെ, നോക്കിക്കോളേ. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഞാൻ പറഞ്ഞു 1526. ഇതുപോലെ 1-2 ബാറ്റിലുണ്ട്, അറിഞ്ഞിരിക്കണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ഒന്ന് ബാറ്റിൽ ഓഫ് കൻവ, വർഷം പഠിച്ചിരിക്കണം. ഓ, ഈ ബാബർ തിമൂർ ഒറിജിനും ചെങ്കിസ് ഖാൻ ഒറിജിനും ആണോ? ആ, അത് ഇമ്പോർട്ടന്റ് അല്ല. അത് അച്ഛന്റെ ഭാഗം നോക്കി പോകാൻ നേരത്ത് തിമൂർ ഒറിജിനോ അമ്മയുടെ ഭാഗം നോക്കി പോകാൻ ചോദിക്കില്ല. ചെങ്കിസ് ഖാൻ ഒറിജിനോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ബാറ്റിൽ ഓഫ് കൻവ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാറ്റിൽസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബാറ്റിൽ ഏതാണ്? ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ്. 1526. ഞാൻ ഇവിടെ എഴുതാത്തത് നിങ്ങൾ എഴുതണം, ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് എഴുതാത്തത്. രണ്ടാമത്തെ അടുത്ത വേറൊരു ബാറ്റിൽ പറയുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് കൻവ. ബാറ്റിൽ ഓഫ് കൻവ ബാറ്റിൽ ഓഫ് കൻവ നടക്കുന്നത് 1527 തൊട്ടടുത്ത വർഷം 1527. ഈ ബാറ്റില്, ഈ യുദ്ധത്തില് ബാബർ തോൽപ്പിക്കുന്ന ആളാണ്. ബാബർ ഡിഫീറ്റഡ് റാണ സംഗ. ബാബർ ഡിഫീറ്റഡ്
റാണ സംഗ. റാണ സംഗ രജപുത്താണ് കിങ് ഓഫ് മാൾവ. അറിഞ്ഞിരുന്നാ മതി, ഇമ്പോർട്ടന്റ് അല്ല. അപ്പോ ബാറ്റിൽ ഓഫ് കൻവ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാല് ബാറ്റിൽ ഓഫ് കൻവ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിക്കത്തില്ല. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക, വർഷേ ചോദിക്കത്തുള്ളൂ. ഏത്? 1527. ആരെയാണ് തോൽപ്പിച്ചത്? റാണ സംഗ. റാണ സംഗ. ബാറ്റിൽ ഓഫ് കൻവ 1527. എല്ലാത്തിലും നമുക്ക് ആരെ തോൽപ്പിച്ചു എന്ന് പഠിക്കേണ്ടത് ഇല്ല. ഓക്കെ, ചിലതിലേ പഠിക്കേണ്ടതുള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കൊള്ളേ. വേറൊരു വാറാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. ബാറ്റിൽ ഓഫ് ചന്ദേരി 1528. ഒരുപാട് വർഷം ഇല്ല പുള്ളിക്കാരൻ. 1527 ഇത്. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി. എഴുതിക്കൊള്ളേ. 1527 ഡിഫീറ്റഡ് റാണ സംഗ. അടുത്ത 28 ഹി ഡിഫീറ്റഡ് മേദിനി റായ്. ഓക്കെ, അതുപോലെ ഒരു വാറും കൂടെ അറിഞ്ഞിരിക്കണം, ബാറ്റിൽ ഓഫ് ഗഗ്ര. നിങ്ങൾ ടെസ്റ്റ് നോക്കി വേറെ ഒരുപാട് വാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ബാറ്റിൽ ഓഫ് ഗഗ്ര തൊട്ടടുത്ത വർഷം 1529 ഡിഫീറ്റഡ് അഫ്ഗാൻസ്. അഫ്ഗാൻസ് അത് ചോദിക്കില്ല, നോക്കിക്കൊള്ളേ. അപ്പം ഈ ആക്ച്വലി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വർഷമാണ്. 26, 27, 28, 29 4 ബാറ്റിലാണുള്ളത്. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ബാറ്റിൽ ഓഫ് കൻവ, ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഖഗ്ര. ആരുടെയാണ്? എല്ലാം ബാബറുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത വർഷം ഇയാൾ മരിക്കുന്നു. 1530 ഡൈഡ്. നോക്കിക്കൊള്ളേ. അങ്ങനെ മരിക്കുന്ന ഇദ്ദേഹത്തിനെ എവിടെ കുഴിച്ചിടുമെന്ന് ചോദിച്ചാല് ആറംബാഗ്, ആഗ്രയിലെ ആറംബാഗ് എന്ന് പറയുന്ന പ്ലേസിൽ ബറി ചെയ്യും കേട്ടോ. പക്ഷെ പിന്നീട് ഇവിടെ നിന്നും അതെടുത്ത് കാബൂളില്. അപ്പൊ എവിടെയാണ് ടോംബ് എന്ന് ചോദിച്ചാൽ കാബൂൾ ആണേ. ടോംബ് എവിടെ? കാബൂൾ. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ടോംബ്. ബാബറിന്റെ ടോംബ് എവിടെ? കാബൂളിലാണ്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞാൽ മതി, ചോദിക്കത്തില്ല കേട്ടോ. ആദ്യം ബറി ചെയ്ത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ആറംബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ അതിനെ കുറിച്ച് ഒരു ചോദ്യം ഉള്ളത്, ആറംബാഗ് കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് ബാബറാണ്. ഓക്കെ, ഇപ്പോ സംശയം തോന്നരുത്. ഇപ്പൊ താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് ഷാജഹാനാണ്. മുംതാസിന്റെ ശവകുടീരവും ഷാജഹാന്റെ ശവകുടീരവും താജ്മഹലിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ആറംബാഗ് എവിടെയാണെന്ന് ചോദിച്ചാല് ആഗ്രയിലാണ്. ആരാണ് കൺസ്ട്രക്ട് ചെയ്തത്? ബാബറാണ്. കൺസ്ട്രക്റ്റഡ് ബൈ ബാബർ. ഓക്കെ, അവിടെയായിരുന്നു ആദ്യം ഇദ്ദേഹത്തിനെ ബറി ചെയ്തത്. പിന്നീട് ഇവിടെ കൊണ്ടുപോയി കാബൂളിൽ പോയ ടോംബ് കാണാം. ഓക്കെ, ശവകുടീരം കാണാം. ബാബറിന്റെ ഈ ബാബറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസുക്കി ബാബറി. ഓട്ടോബയോഗ്രഫിയാണ് എന്ത്? തുസുക്കി ബാബറി. ഓക്കെ, തുസുക്കി ബാബറി. നോക്കിക്കൊള്ളേ, രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, തുസുക്കി ബാബറി എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബാബറാണ്. ഓട്ടോബയോഗ്രഫിയാണ് അല്ലെ? ഓട്ടോബയോഗ്രഫിയാണ്. സോ ബാബറാണ് എഴുതത്തുള്ളൂ. എഴുതിയത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാല് തുർക്കിഷ് ലാംഗ്വേജിലാണ്. ഏത്? തുർക്കിഷ് ലാംഗ്വേജിലാണ്. എന്നാല് ഇതിനെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് അബ്ദുർ റഹീം. ആ ബുക്കിന്റെ പേരാണ് ബാബർനാമ. നോക്കണേ, ബാബർനാമ എഴുതിയത് ആരാണ്? അപ്പോ ബാബർനാമ പേർഷ്യൻ.
അബ്ദുറഹീം. ഇത് എഴുതിയത് ആരാണ്? ബാബർ തന്നെയാണ്. കാരണം ഓട്ടോബയോഗ്രഫിയിൽ. അപ്പൊ ശ്രദ്ധിച്ചോളെ. അപ്പൊ തുസുക്കി ബാബറി, ബാബർ നാമ രണ്ടും ആക്ച്വലി ഓട്ടോബയോഗ്രഫിയാണ്. തുസുക്കി ബാബറി എഴുതിയത് തുർക്കിഷ് ലാംഗ്വേജിൽ ബാബർ തന്നെയാണ്. അതിനെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് കൺവെർട്ട് ചെയ്ത ആളാണ് അബ്ദുറഹീം. ചോദ്യം അങ്ങനെ ചോദിക്കില്ല. ബാബർ നാമം എഴുതിയത് ആരാണ് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആരാണ്? അബ്ദുറഹീമാണ്. ഇനി ഓട്ടോബയോഗ്രഫി ഓഫ് ബാബർ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ തുസുക്കി ബാബറി ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ബാബർ നാമ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ടിൽ ഏത് വേണോ തരാലോ. ഈ രണ്ടും പേര് ഒന്ന് ലാംഗ്വേജിൽ വരുമ്പോൾ പേര് മാറുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. തുസുക്കി ബാബറി ഒന്നുകിൽ തരും, ഇല്ലെങ്കിൽ ബാബർ നാമ തരും. ഇത് രണ്ടിലെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും, മാറിപ്പോവരുത്. ഓക്കെ, ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോ, മാഡം ബെവറിഡ്ജ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാ മതി. തുസുക്കി ബാബറിയെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് മാഡം ബെവറിഡ്ജ്. നോയിക്കൊള്ളേ. അപ്പോ ശ്രദ്ധിച്ചോളാം. തുസുക്കി ബാബറി ആരെഴുതിയതാണ്? ബാബർ എഴുതിയതാണ്. ഇദ്ദേഹം കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിന്റെ പേരാണ് ഷാറുഖ്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത സിൽവർ കോയിന്റെ പേരാണ് ഷാറുഖ്. ആ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു തന്നാൽ മതി. അപ്പൊ 1530 ഇദ്ദേഹം മരിച്ചു പോവുകയാണ്. ഇത്രയാണ് പറയാനുള്ളത്. ബാബർ യഥാർത്ഥ പേര് സഹിറുദ്ദീൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗൺ പൗഡറും ആർട്ടിലറീസും യൂസ് ചെയ്ത റൂളറാണ് ആര്? ബാബർ. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 പിന്നെ എല്ലാ അടുത്തടുത്ത വർഷങ്ങളാണ്. ബാറ്റിൽ ഓഫ് കൻവ, ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗഗ്ര. 4 ബാറ്റിലാണുള്ളത്. 26, 27, 28, 29, 30 മരിച്ചു പോകുന്നു. ടോംബ് എവിടെയാണ്? കാബൂളിലാണ്. ആദ്യം കുഴിച്ചിട്ട് ബറി ചെയ്തത് ആറംബാഗിലാണ്. അപ്പൊ ആറംബാഗ് കൺസ്ട്രക്ട് ചെയ്ത ആരാണ്? ബാബർ തന്നെയാണ്. അതെവിടെയാണ് ആറംബാഗ്? ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുസുക്കി ബാബറി ആണ് ഓട്ടോബയോഗ്രഫി. എന്നാലും ചിലപ്പോൾ ഓപ്ഷനിൽ ബാബർ നാമ എന്ന് തന്നാലും ആൻസർ ചെയ്തോളണം. തുസുക്കി ബാബറി തുർക്കിഷ് ലാംഗ്വേജിൽ ബാബർ എഴുതിയതാണ്. അതിനെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് കൺവെർട്ട് ചെയ്ത ആളാണ് അബ്ദുറഹീം. അതിന്റെ പേരാണ് ബാബർ നാമ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞത്. ബാബർ നാമ എഴുതിയ ആരാണ്? അബ്ദുറഹീം ആണ്. ഇതിനെ ഇംഗ്ലീഷിലോട്ട് കൺവെർട്ട് ചെയ്ത ആളാണ് മാഡം ബെവറിഡ്ജ്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻ ആണ് ഏത്? ഷാറൂഖ് എന്ന കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബാബർ ആണ്. നമ്മൾ ബാബറിനെ കുറിച്ച് ബാബർ ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇതിന് മുമ്പുള്ളത് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കകത്തുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. നിങ്ങൾ ടെസ്റ്റ് വായിക്കുമ്പോൾ ഇതിന് മുമ്പുള്ളതും ഒക്കെ കാണാൻ പറ്റുവേ. കാരണം 26-ലല്ലോ ജനിച്ചത്, അതുകൊണ്ടാണ്. ഇതിന് ശേഷം വരുന്ന ആളാണ് ഹുമയൂൺ. ഹുമയൂൺ. ബാബറിന് ഇവിടെ എത്ര വർഷം ഭരിക്കാൻ പറ്റുള്ളൂ? 4 വർഷം ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത്രയും കാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആലോചിച്ചോളണം. ഇതിന് ശേഷം വരുന്ന ആളാണ് ആര്? ഹുമയൂൺ. ഇദ്ദേഹത്തിന്റെ കാര്യം പറയാൻ നേരത്ത് അപ്പൊ ബാബറിന്റെ ടൈം പീരീഡ് എവിടെ? 26 മുതൽ 30 വരെ ഇന്ത്യയിൽ. ഹുമയൂണിന്റെ കാര്യം പറയാൻ നേരത്തുണ്ടല്ലോ, ഒട്ടും ലക്കില്ലാത്ത മുഗൾ റൂളറാണ് ഹുമയൂൺ. അതിനൊരു കാര്യമുണ്ട്, പറയാം. 1530 അധികാരത്തിൽ വരുന്ന ഹുമയൂൺ 40 വരെ ഭരിക്കുന്നു. 40 വരെ. 40 ആവുമ്പോ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോവേണ്ടി വരുന്നുണ്ട്, ഓടിപ്പോവേണ്ടി വരുന്നുണ്ട്. ഞാൻ പറയാവേ, നോയിക്കൊള്ളണം. തിരിച്ച് 1555 വരുന്ന ആള് 56 ആവുമ്പോൾ മരിക്കുന്നു. ആ 56 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനും എളുപ്പമാണ്. മരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 56-ലാണ്. ഓക്കെ, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്, പറഞ്ഞുതരാം. അപ്പൊ ഹുമയൂൺ ആണ് നമുക്ക് രണ്ടാമത്തെ ആള്, ഹുമയൂൺ. ഓക്കെ, ബാബറിന്റെ മകനാണ്, അതൊന്നും ആവശ്യമില്ല. നോക്കിക്കോളെ, ഡൽഹിയെ ക്യാപിറ്റലാക്കി മുഗൾ റൂള് ചെയ്യുന്ന രാജാവാണ് ഹുമയൂൺ.
he made Delhi as capital. പിന്നീട് ഇത് ആഗ്രയിലോട്ടൊക്കെ മാറുന്നുണ്ട് as capital. ബാബറിന്റെ ക്യാപിറ്റൽ ലാഹോർ അല്ല ലാഹോർ ബേസ് ചെയ്തിട്ടാണ് അവർ ഭരിച്ചത്. പക്ഷെ 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ. 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാത്തെ. ഓക്കെ ഓക്കെ നോക്കിക്കൊള്ളേ. അപ്പൊ ഡൽഹിയെ ക്യാപിറ്റൽ ആക്കിയ മുഗൾ റൂളറാണ്, ഫസ്റ്റ് മുഗൾ റൂളർ ടു മെയ്ഡ് ഡൽഹി ആസ് ക്യാപിറ്റൽ ആണ് ആര്? ഹുമയൂൺ. നോക്കിക്കൊള്ളേ, ഒരു സിറ്റി പണി കഴിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ആ സിറ്റിയുടെ പേരാണ് ദിൻപന സിറ്റി. ദിൻപന പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ആരാണ്? ഹുമയൂൺ ആണ്. പക്ഷെ നമുക്ക് ഇതൊന്നും അല്ല പഠിക്കേണ്ടത്, ഇതിന്റെ കാര്യങ്ങളുണ്ട്, പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഹുമയൂൺ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു അറ്റാക്ക് വരെയാണ്. ആരറ്റാക്ക് ചെയ്തു എന്ന് ചോദിച്ചാല് ഷേർ ഷാ സൂരി. ഷേർ ഷാ അറ്റാക്ക് ചെയ്യാണ്. ആരാണ്? ഷേർ ഷാ. സൂർ വംശ സ്ഥാപകനാണ്, സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ഷേർ ഷാ. അത് നമ്മൾ അവിടെ എഴുതുവേ. അപ്പൊ നോക്കിക്കൊള്ളേ, ഷേർ ഷാ ഹുമയൂണുമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. 2 അറ്റാക്ക് ഉണ്ട് കേട്ടോ, 2 അറ്റാക്ക്. ഹുമയൂണും ആയിട്ടുള്ള 2 അറ്റാക്ക് ഉണ്ട്, 2 അറ്റാക്ക്. ആ 2 അറ്റാക്കിന്റെ പേര്, അറ്റാക്ക് 2 ബാറ്റിലുണ്ട്, ആ 2 ബാറ്റിലിന്റെ പേര് നമ്മൾ പഠിക്കണം. ആ 2 ബാറ്റിലിന്റെ പേര് നമ്മൾ പഠിക്കണം. ഒന്ന് ബാറ്റിൽ ഓഫ് ചൗസ. ആർക്ക് തമ്മിൽ ഞാൻ ചോദിക്കില്ല കേട്ടോ, ബാറ്റിൽ ഓഫ് ചൗസ വർഷം ചോദിക്കുള്ളൂ. ചൗസ ചോദിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് ചൗസ നടക്കുന്ന വർഷമാണ് 1539. ഞാൻ പറഞ്ഞില്ലേ, അടുത്തടുത്ത 2 വർഷത്തിൽ 2 വാർ നടക്കും, അതോടെ പുള്ളിക്കാരെ ഓടും. തൊട്ടടുത്ത വർഷം ബാറ്റിൽ ഓഫ് കനോജ്. തൊട്ടടുത്ത വർഷം 1540. ശ്രദ്ധിച്ചോളെ, 2 വാറിലും ആര് ജയിക്കും? ഷേർഷാ ജയിക്കും. 2 വാറിലും ആര് ജയിക്കും? ഷേർഷാ ജയിക്കും. ശ്രദ്ധിച്ചോളണം, 39 ഷേർഷാ ജയിച്ചു, 40 ഷേർഷാ ജയിച്ചു, 40 കൂടി ഷേർഷാ ജയിക്കാൻ നേരത്ത് പിന്നെ ഫുള്ള് അവരുടെ കയ്യിലാവും. ഹുമയൂൺ ഇവിടുന്ന് പോകേണ്ടി വരും. അങ്ങനെയാണ് 1540 ഹുമയൂൺ ഇവിടുന്ന് പോവുകയാണ്. ഹുമയൂൺ പിന്നീട് തിരിച്ചു വരുന്നത് ഷേർഷാ മരിച്ചതിന് ശേഷമാണ്. ഷേർഷാ മരിക്കുന്നത് വരെ ഹുമയൂണിന് തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഷേർഷാ. ഓക്കെ, ശ്രദ്ധിച്ചോളാം. അപ്പൊ 2 വാർ അല്ലെങ്കിൽ 2 ബാറ്റിലാണ് പറഞ്ഞത്, 1539 1540. ബാറ്റിൽ ഓഫ് ചൗസയും ബാറ്റിൽ ഓഫ് ഖനോജും. അങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയ പിൽഗ്രിമേജ് പോലെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബുക്സ് നിങ്ങൾ വായിച്ചാൽ മതി, അതിലൊന്നും കാര്യമില്ല. പിന്നീട് മരിക്കും. ആര് മരിക്കും? ഷേർഷാ മരിക്കും. 1555 ഷേർഷാ മരിക്കുമ്പോ ഇയാള് തിരിച്ചു വരും. ഏത് വർഷം? 1555 തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന പുള്ളിക്കാരൻ വെറുതെ വരാൻ പറ്റത്തില്ലല്ലോ, ഒരു വാർ അല്ലെങ്കിൽ ആരെങ്കിലും തോൽപ്പിച്ചിട്ടായിരിക്കണം വരണം. ഷേർഷാ മരിച്ചെങ്കിൽ ഷേർഷയ്ക്ക് ശേഷം വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അതാണ് സിക്കന്ദർ സൂർ. സൂർ വംശമാണ് ഷേർഷാ സൂരി. നമ്മൾ പേര് തന്നെ ഷേർഷാ സൂർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ സൂർ വംശമാണ്. അപ്പൊ സിക്കന്ദർ സൂറിനെ 1555 തോൽപ്പിച്ചിട്ട്, വേറെ ഒന്നും പഠിക്കണ്ട, തോൽപ്പിച്ച് ജസ്റ്റ് അറിഞ്ഞു തന്നാൽ മതി. ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഇയാള് തിരിച്ചു വരുന്നത്. ആരെ? ഹുമയൂൺ തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന ഈ ഹുമയൂൺ 1556 ലൈബ്രറിയിൽ നിന്നും വീണ് മരിക്കുകയാണ്. ആൻഡ് ഡൈഡ്. കാര്യം കഴിഞ്ഞു. ഏത് വർഷം? 1556.
ഇപ്പൊ ലൈബ്രറിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹുമയൂൺ ആണ്. ഹുമയൂൺ ആണ്. ഒട്ടും ഭാഗ്യമില്ലാത്ത ആളാണ്. ഹുമയൂൺ ആണ്. ഹുമയൂൺ ആണ്. ഓക്കെ, അങ്ങനെ മരിക്കുന്നു. ഹുമയൂൺ മരിച്ചു 1556 ഹുമയൂൺ മരിച്ചു. ഓക്കെ, അതിനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ പറയാനുള്ളത്, ഇമ്പോർട്ടന്റ് അല്ല, അസ്ട്രോളജിയിൽ വിശ്വാസമുള്ള ആളായിരുന്നു ഇയാള്. അത്രേ ഉള്ളൂ. ആയിക്കൊള്ളേ, ഈ ഹുമയൂൺ മരിച്ചല്ലോ, അപ്പോ ഇയാളുടെ ബയോഗ്രഫിയാണ് ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ, ഹുമയൂൺ നാമ, ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ എഴുതിയത് ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി അല്ലല്ലോ. ഹുമയൂൺ നാമ എഴുതിയത് ആരാന്ന് ചോദിച്ചാല് ഗുൽബദൻ ബീഗം. ആര്? ഗുൽബദൻ ബീഗം. ഗുൽബദൻ ബീഗം. ഹുമയൂൺ നാമ എഴുതിയ ആരാണ്? ഗുൽബദൻ ബീഗം ആണ്. ഗുൽബദൻ ബീഗം.